എൻ്റെ ടെന്യൂറിലെ ഓസ്ട്രിയയുടെ ഏറ്റവും മികച്ച മത്സരമായിരിക്കും ഇന്ന് പുറത്തെടുക്കുക അല്ലെങ്കിൽ പുറത്തെടുക്കേണ്ടി വരിക എന്നും റാൽഫ് റാഗ്നിക്ക് പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. കഴിഞ്ഞ മത്സരം മെസ്സിയുടെ ഹാട്രിക്കോടെ 3-0 അൾജീരിയയെ തോൽപ്പിച്ചത് എല്ലാവരും ഫാൻസിനെ ആണെങ്കിലും മെസ്സി ഫാൻസ്, അർജന്റീന ഫാൻസ്, ഫുട്ബോൾ ഫാൻസ് ജനറലി എല്ലാവരെയും സന്തോഷപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യപ്പെടും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഓസ്ട്രിയക്കെതിരെയാണ് മത്സരം. ഓസ്ട്രിയ അത്ര ചെറിയ ടീമല്ല എന്ന് പറയാൻ കാരണം നമ്മൾ നമ്പേഴ്സും പ്ലേയേഴ്സും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ടീമായിരിക്കും. പക്ഷേ കഴിഞ്ഞ യൂറോയിൽ തന്നെ അവര് വീഴ്ത്തിയ ചില വമ്പന്മാരുണ്ട്. അതിലൊരാൾ നെതർലൻഡ്സ് ആണ്. അപ്പൊ ഇതിനെയൊക്കെ അവരെ പ്രധാനമായിട്ട് സഹായിക്കുന്ന അവരുടെ കോച്ച് റാൽഫ് റാഗ്നിക് എന്ന് പറഞ്ഞാണ്. പലർക്കും ആ പേര് കേട്ട് നല്ല പരിചയം ഉണ്ടാവും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കോച്ചായിട്ട്, ഒരു ഇന്ററിം കോച്ചായിട്ട് ഒരു 6 മാസം റാൽഫ് റാഗ്നിക് അവിടെ ഉണ്ടായിരുന്നു. റാൽഫ് റാഗ്നിക് വരുമ്പോൾ തന്നെ അദ്ദേഹം ഇപ്പോഴത്തെ പല വലിയ കോച്ചുകളുടെ ഇൻസ്പിറേഷൻ ആണെന്നുള്ള രീതിയിൽ എല്ലാവരും ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ റാൽഫ് റാഗ്നിക്കിനെ എല്ലാവരും വിളിക്കുന്നത് ഗോഡ് ഫാദർ ഓഫ് ഗെഗൻ പ്രസിംഗ് എന്നാണ്. ഗെഗൻ പ്രസിംഗ് എനിക്ക് തോന്നുന്നു പലവരും കേട്ട് ശീലിച്ചിട്ടുണ്ടാവുക യോർഗൻ ക്ലോപ്പ് ലിവർപൂളിൽ കളിച്ച ആ ഒരു പ്ലേ ഫോർമാറ്റിനെ പറ്റി ആയിരിക്കും എല്ലാവരും ഗെഗൻ പ്രസിംഗ് എന്നുള്ള ഒരു ഫുട്ബോൾ ടാക്ടിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവുക. ആ ഗെഗൻ പ്രസിംഗിന്റെ ഗോഡ് ഫാദർ എന്ന് അറിയപ്പെടുന്ന ആളാണ് റാൽഫ് റാഗ്നിക്. ഇതേ റാൽഫ് റാഗ്നിക് ഇൻഫ്ലുവൻസ്ഡ്, ഇപ്പോൾ പറഞ്ഞ പോലെ ഇൻഫ്ലുവൻസ് ചെയ്ത പല കോച്ചുകളിൽ ഒരാളാണ് ഒന്ന് യോർഗൻ ക്ലോപ്പ്, ലിവർപൂളിൽ ഉണ്ടായിരുന്ന മാനേജർ. ക്ലോപ്പിനൊപ്പം തന്നെ ടുച്ചൽ, ഹൂലിയൻ നാഗൽസ്മാൻ, ഒലിവർ ഗ്ലാസ്നർ തുടങ്ങി ഇത്തരത്തിലുള്ള മികച്ച പല കോച്ചുകളുടെയും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആളും കൂടിയാണ് റാൽഫ് റാഗ്നിക്. അപ്പൊ അത്തരത്തിലൊരു കോച്ച് നയിക്കുന്ന ഓസ്ട്രിയൻ ടീം ഭയങ്കര ഡേഞ്ചറസ് ആണ്. പ്രത്യേകിച്ച് ജോർദനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ഭയങ്കര എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഫുട്ബോളായിരുന്നു ഓസ്ട്രിയ കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓസ്ട്രിയ ആദ്യത്തെ മത്സരം വിജയിച്ചു തുടങ്ങി. സിമ്പിൾ ആയിരിക്കില്ല, ഒരു വെർട്ടിക്കലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമായിരിക്കും ഓസ്ട്രിയ. അർജന്റീനയ്ക്ക് ഒരിക്കലും എളുപ്പമായിട്ടുള്ള ഒരു മത്സരമായിരിക്കില്ല എന്ന് ലയണൽ സ്കലോണി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റാൽഫ് റാഗ്നിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജന്റീനയ്ക്ക് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഉള്ള ഒരു ടീമാണ്. അപ്പോൾ അവരെ ഫേസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാലഞ്ചാണ്. എൻ്റെ ടെന്യൂറിലെ ഓസ്ട്രിയയുടെ ഏറ്റവും മികച്ച മത്സരമായിരിക്കും ഇന്ന് പുറത്തെടുക്കുക അല്ലെങ്കിൽ പുറത്തെടുക്കേണ്ടി വരിക എന്നും റാൽഫ് റാഗ്നിക്ക് പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം പല ഫാക്ടേഴ്സ് വരുന്ന ഇന്നത്തെ ദിവസം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.